സിപിഐഎമ്മുമായി ഇടഞ്ഞ ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷൻ പ്രേംകുമാറിനെയും വി.എസ്. അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് എ. സുരേഷിനെയും സ്ഥാനാർത്ഥികളാക്കാൻ കോൺഗ്രസ്. പ്രേംകുമാറിനെ തിരുവനന്തപുരം കഴക്കൂട്ടത്തും എ. സുരേഷിനെ പാലക്കാട് മലമ്പുഴയിലും മത്സരിപ്പിച്ചേക്കും. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലുമായി ഇടത് സഹയാത്രികൻ നടൻ ജയൻ ചേർത്തല കൂടിക്കാഴ്ച നടത്തി. ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാർ, വി.എസ്. അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് എ. സുരേഷ്, ഇടത് സഹയാത്രികനും നടനുമായ ജയൻ ചേർത്തല. ഇടഞ്ഞവരെ പാളയത്തിലെത്തിച്ച് വിസ്മയമുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമം തുടരുന്നു. പ്രേംകുമാറിനെ കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കാനാണ് നീക്കം. പ്രേംകുമാറിനെ ഒപ്പം കൂട്ടിയാൽ നാടാർ സമുദായത്തിന് സ്വാധീനമുള്ള തിരുവനന്തപുരത്തെ 6 മണ്ഡലങ്ങളിൽ പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പ്രേംകുമാറുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ചകൾ തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് പറ്റുന്ന ഒരാളായിട്ട് ഞാൻ എന്നെ കുറിച്ചൊരു വിലയിരുത്തൽ എനിക്കില്ല. അങ്ങനെ ഒരു മനസ്സ് ഇപ്പോഴും എനിക്കില്ല. നാളെ എന്താണെന്നൊന്നും എനിക്കിന്ന് പറയാൻ പറ്റൂല. നമുക്ക് നോക്കാം. അല്ല, അതൊന്നും ഞാൻ ഒരിക്കലും ഒരു തീരുമാനമെടുത്ത് ജീവിക്കുന്ന ഒരാളൊന്നുമില്ല. ഇപ്പൊ ഞാനൊന്ന് സ്വസ്ഥമായിട്ട് കുറച്ച് ഇങ്ങനെ ശാന്തമായിരിക്കും. ഞാനിപ്പോ കുറച്ച് എഴുത്തും വായനയൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. മറ്റൊരു തീരുമാനങ്ങളിലേക്ക് ഇപ്പൊ വന്നതിൽ വി.എസ്. അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് എ. സുരേഷ് മലമ്പുഴയിൽ UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസുമായുള്ള ചർച്ചകൾ എ. സുരേഷ് സ്ഥിരീകരിക്കുന്നു. നാളെ പാലക്കാട് പ്രതിപക്ഷ നേതാവ് V.D. സതീശന്റെ പുതുയുഗ യാത്രയിൽ എ. സുരേഷ് പങ്കെടുത്തേക്കും. UDF സ്ഥാനാർത്ഥിയാവണമെന്ന് അവർ എന്നോട് സമീപിച്ചിരുന്നു. സ്ഥാനാർത്ഥിയുടെ കാര്യം പറയേണ്ടത് ഞാനല്ല, UDFന്റെ ഉന്നത നേതൃത്വം തന്നെയാണ്. ഞാൻ ആലോചിക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ നിലപാടിൽ തന്നെ ഞാൻ തുടരും. അത് എങ്ങനെ എന്നുള്ളത് UDF ആണ് തീരുമാനിക്കേണ്ടത്. തിരുവനന്തപുരം നാലാഞ്ചിറയിലെ കെ.സി. വേണുഗോപാലിന്റെ വസതിയിലെത്തി ഇടതു സഹയാത്രികനായ നടൻ ജയൻ ചേർത്തല കൂടിക്കാഴ്ച നടത്തി. നേരത്തെ ആലപ്പുഴയിൽ നടന്ന സംസ്കാര സാഹിതി പരിപാടിയിലും ജയൻ ചേർത്തല പങ്കെടുത്തിരുന്നു. അതിനിടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾക്ക് KPCC ആസ്ഥാനം ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.